അഷബ്ക നമസ്കാരം, ക്രൈം ഓൺലൈൻ എന്നാണ്. നമസ്കാരം. അതായത് നമ്മളെ ഈ സർക്കാർ സിനിമയിൽ, മലയാള സിനിമയിൽ സ്ത്രീകളുടെ തൊഴിലിടത്തുണ്ടായിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്മേൽ നാളിതുവരെ ഉണ്ടായിരിക്കുന്ന കോലാഹലങ്ങൾ, അത് ഒരു ചോദ്യം. രണ്ടാമതൊരു ചോദ്യം കൂടെ ഉണ്ട്. അതിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കി അതിൽ ഏതാണ്ട് എത്രയോ പേജ് എഡിറ്റ് മാറ്റിയ ശേഷമാണ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സർക്കാർ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതിനെ കുറിച്ച്, അതിൽ ഈ ഇത്രയും പേജ് എഡിറ്റ് ചെയ്ത് പുറത്തു വന്നതിനെ കുറിച്ച്, പിന്നെ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന എല്ലാ കോലാഹലങ്ങളും, ഇപ്പൊ അവസാനം സംവിധായകൻ രഞ്ജിത്തിന്റെ പേര് വരെ പറയുന്നിടം വരെ. അപ്പോ എന്തായാലും ചേട്ടൻ ഇതിനെല്ലാം കൂടി ഒരു ഉത്തരം പറയണം, നമുക്ക് കേൾക്കാം. തീർച്ചയായിട്ടും. അതിനകത്ത് നമുക്കൊക്കെ, എന്നെ പോലുള്ളവർക്കൊക്കെ സീനിയറായ ആൾക്കാർക്ക് ഒരുപാട് അമർഷമുണ്ട്. കാരണം ഇവരുടെ ഇപ്പൊ ഭരണകക്ഷി ഇവര് ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ചെയ്യുന്ന അവരുടെ പാർട്ടിയുടെ ഉള്ളിലുള്ള പെണ്ണുങ്ങൾക്ക് പോലും നീതി കൊടുക്കാത്ത ഒരു രീതിയിലാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ കഴിഞ്ഞ സാംസ്കാരിക മന്ത്രി ഇരിക്കുന്ന സമയത്താണ് സിനിമയിലെ ഉത്തരവാദിത്തപ്പെട്ട സംഘടന പറയുന്നു സിനിമാ രംഗം മുഴുവൻ ലഹരി മാഫിയയ്ക്ക് അടിമയാണെന്ന് പറയുന്നു, കീഴടങ്ങിയിരിക്കുകയാണ്, ലഹരി ഭയങ്കരമായ ഉപയോഗം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മന്ത്രി പ്രതികരിച്ചത്, നിങ്ങൾക്ക് പിടിച്ചോണ്ട് പോവാ, തെളിവ് കൊണ്ടുവന്നാൽ അത് ഞങ്ങൾ കേസെടുക്കാം, പിടിച്ചോണ്ട് പോവാ, ആളുകളെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. അതിന് നമ്മുടെ ജസ്റ്റിസ് കമാൽ പാഷ, ഇതേ ഹേമ പോലെ തന്നെ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കമാൽ പാഷ പറഞ്ഞു, മന്ത്രി എന്തും മണ്ടത്തിലോ പറയുന്നത്, ഒരു ക്രൈം നടന്നെന്ന് കേട്ടാൽ അതിനെ അന്വേഷിപ്പിച്ച് തെളിവെടുക്കുകയല്ല വേണ്ടത്. 20 വർഷം വരെ അകത്ത് കിടക്കാവുന്ന ഒരു കേസാണിത്. നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്, അവരെ അറസ്റ്റ് ചെയ്യണം, രക്തപരിശോധന നടത്തണം, അടിമകളാണെന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ നിർദ്ദേശങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഉടനെ പാർട്ടി ചെയ്തത് എന്താണ്? അദ്ദേഹത്തിന് ISISന്റെ ഭീഷണി ഉണ്ടായിരുന്ന കമാൽ പാഷ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജിയുടെ എല്ലാ സെക്യൂരിറ്റിയും പിൻവലിച്ചു കളഞ്ഞു. പിറ്റേ ദിവസം ഭീഷണിയുള്ള ആളാ, കംപ്ലീറ്റ് സെക്യൂരിറ്റി അങ്ങ് പിൻവലിച്ചാൽ പകരം വീട്ടിൽ. അതിനുശേഷം ഈ മന്ത്രി പറയുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞെന്താണ്, അങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ, കേസ് ആരും എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് 3 പെൺപിള്ളാരുള്ള ഒരു മന്ത്രിയാണ്. ഈ പെൺകുട്ടികളുടെ കണ്ണീര് കാണാൻ അവരുടെ കരച്ചിൽ കേൾക്കാതെ പോകുന്നത്. അദ്ദേഹം പറയുന്നത്, അപ്പൊ ആരെങ്കിലും ഒരു പീഡനം ഉണ്ടായാൽ ഉടനെ കൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് പറയണമെന്നാണ് പറഞ്ഞത്. അതിന് നമ്മുടെ ബഹുമാനനായ ആസിഫ് അലി എന്ന് പറയുന്ന അദ്ദേഹം, നമ്മുടെ മുൻ DGP, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പറഞ്ഞു, അത് പൊട്ടത്തെറ്റാണ് മന്ത്രി പറയുന്നത് ഈ പ്രാവശ്യം. അതങ്ങനെ പറയാൻ പാടില്ല. ഒരു 3 വയസ്സുള്ള കുട്ടിയെ, ബാലികയെ, 16 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ചെന്ന് വെച്ചോ, ആ കുട്ടി ചെന്ന് ഈ മന്ത്രിയെ കണ്ട് പറയണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. അപ്പൊ കേസെടുക്കുകയല്ലേ വേണ്ടത്. അപ്പൊ അത് ഇത്രയും 15 അംഗ സംഘം എന്ന് പറയുന്നത്, പവർ ഇതെന്ന് പറയുന്നത് ശരിക്കും 16 അംഗ ഈ മന്ത്രിയെ കൂടെ ചെയ്തത് 16 അംഗമായി മാറിയിരിക്കുന്നു ഇപ്പം. മനസ്സിലായില്ലേ? അത് ഞാൻ പറഞ്ഞില്ല, പാർട്ടിക്കുള്ളിലുള്ള സ്ത്രീകൾക്ക് വരെ കിട്ടുന്നില്ല, അവർ പരാതിപ്പെട്ടിട്ട് കൊടുക്കുന്നില്ല നീതി. പിന്നെ എങ്ങനെ കൊടുക്കും ഈ പെൺകുട്ടികളുടെ കണ്ണീര് എങ്ങനെ കാണും ഇവര്? അതൊന്നും പിണറായി പറയുന്നത് എന്താണ്? പിണറായി പറയുന്നത് വരട്ടെ, നമ്മൾ വന്നാൽ ഉടനെ കേസെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നികൃഷ്ട ജീവിയെന്നും എന്താ പറയുന്ന മറ്റേ കുറെ വാക്കുകൾ പറഞ്ഞല്ലോ പുള്ളി, എന്താ അങ്ങനത്തെ കുറെ വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടല്ലോ, നികൃഷ്ട ജീവിയാണെന്നും പിന്നെ സംസ്കാരം ഇല്ലാത്തവരാണെന്നും എല്ലാം വലിയ പുരോഹിതന്മാരെയൊക്കെ ഉപയോഗിച്ച വാക്ക് ഇവരെയല്ലേ ഉപയോഗിക്കേണ്ടത്, ശരിക്കും സിനിമാക്കാരെയല്ലേ ഉപയോഗിക്കേണ്ടത്. അപ്പൊ അതൊന്നും പറയാതെ, അതൊന്നും പോകാതെ അവരൊക്കെ വളരെ മാന്യമായിട്ട് ഉള്ള ഒരു ഇതാണ് കൊടുക്കുന്നത്. അവരെ സംരക്ഷിക്കുക എന്നുള്ളൊരു ചുമതലയാണ് കൊടുക്കുന്നത്. ഇപ്പൊ രഞ്ജിത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, രഞ്ജിത്ത് മാത്രം രാജിവെച്ചാൽ പോരാ, ഈ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന സാംസ്കാരിക മന്ത്രിയും രാജിവെക്കണം എന്ന് ഞാൻ മാത്രമല്ല പറയുന്നത്, അവരുടെ പാർട്ടിയിലുള്ളവന് ആഷിഖ് കപൂറിനെ പോലുള്ളവർ വിളിച്ച് പറയാൻ തുടങ്ങി കഴിഞ്ഞു. മന്ത്രി എന്താ പറയുന്നത്? രഞ്ജിത്തിനെ പുറത്താക്കണമെന്ന് പറയുന്നത്. രഞ്ജിത്തിനെ നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്, എല്ലാം സമ്മതിക്കാം, അയാൾ ഒരുപാട് സംഭാവന ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ നമ്മൾ അയാളൊരു ഞരമ്പ് രോഗിയായി പ്രവർത്തിക്കുന്നതായിട്ട് വന്നാൽ അയാൾ സ്വാഭാവികമായിട്ട് അയാൾ തന്നെ ഒഴിഞ്ഞു പോകേണ്ടതല്ലേ ശരിക്കും? അങ്ങനെ പറയുന്നു. ശരി, ഞാൻ അതിനകത്ത് എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് പരിഹരിച്ച ശേഷം ഞാൻ വരുന്നത്, അത് പിന്നീട് തെളിയട്ടെ, അതുവരെങ്കിലും മാറി നിൽക്കണ്ടേ, ആ മാന്യതയെങ്കിലും കാണിക്കണ്ടേ. അപ്പൊ അവരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ ഇവര് ഇതിന് കനത്ത വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇവരോർത്തോളൂ, ഇവർ മാറ്റുന്ന ഓരോ സ്ഥലത്തും ഇവർ അടിവെച്ചുകയാണ്. ഇപ്പൊ ഈ കളിക്കുന്ന ചോണക്കുട്ടികളായ പെൺകുട്ടികൾ നിൽക്കുകയാണ് അവര് ഫൈറ്റ് ചെയ്ത് ഇത്രയും നാൾ വന്നു. ഈ 4.5 വർഷം ഇവര് പൂഴ്ത്തിവെച്ചു. ഈ 4.5 വർഷം പൂഴ്ത്തിവെക്കുക എന്ന് പറയുന്നത്, ആ സമയത്ത് ഇവന്മാർ ഒരു കോൺക്ലേവ്, അഗീൻക്ലേവ് എന്തെങ്കിലും ഈ പറയുന്ന എന്തെങ്കിലും അന്ന് നടത്തിയിരുന്നെങ്കിൽ 10-30 പെണ്ണുങ്ങളുടെയെങ്കിലും മാനം രക്ഷിക്കാമായിരുന്നു, അവരുടെ അഭിമാനം രക്ഷിക്കാമായിരുന്നു. അത്രയും പരാതികൾ കുറഞ്ഞേന്.
അത് നടപടി എടുത്തിരുന്നെങ്കിൽ. അതൊക്കെ ഞാൻ പറഞ്ഞ, അതായത് ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. MGR ഭരിക്കുമ്പോൾ, ഒരു സിനിമാക്കാരൻ ഭരിക്കുന്ന സമയത്താണ് സുമന്റെ കേസ് ഉണ്ടാവുമെന്ന് അറിയാലോ. അന്നത്തെ കാലത്ത് ബ്ലൂ ഫിലിം വീഡിയോ ഇറങ്ങിയിട്ടില്ല, അന്ന് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. 16 mm ഫിലിമിൽ ഒരു പെണ്ണിന്റെ ഇത് ഷൂട്ട് ചെയ്തു, അവളുടെ ലൈംഗിക ഇത് ഷൂട്ട് ചെയ്തിട്ട് അയാൾ എന്നെ ഷൂട്ട് ചെയ്തിട്ട് അത് പ്രചരിപ്പിച്ചു. MGR അറിഞ്ഞു, അതിട്ട് കണ്ടു, അവരെ പിടിച്ചോണ്ടിടാൻ പറഞ്ഞു. അപ്പൊ സുമനെ അറസ്റ്റ് ചെയ്ത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 8-10 വർഷത്തിനകത്ത് വെച്ചത് ശിക്ഷ കൊടുത്തത് മാത്രമല്ല, MGR ഒരു നിർദ്ദേശം കൂടെ രഹസ്യമായിട്ട് കൊടുത്തു. അവനെ ശരിക്ക് കൈകാര്യം ചെയ്യണമെന്ന് കൂടെ പറഞ്ഞു കൊടുത്തു. അവനെ അടിച്ച് തകർത്ത് കളഞ്ഞവരെ. അത് സുമൻ ഇപ്പൊ വീണ്ടും അയാൾ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇപ്പൊ പല പടത്തിലും അഭിനയിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അതല്ല. അപ്പം എന്താണ് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരി, പെൺകുട്ടികളുടെ മാനം രക്ഷിക്കുന്ന ഭരണാധികാരി, അതാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്, അതാണ് ഉണ്ടാവേണ്ടത്. മനസ്സിലായില്ല? അല്ലാതെ അത് വരട്ടെ നോക്കാം, അയാൾ വലിയൊരാളാണ്, അയാൾ എങ്ങനെ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എന്തൊരു ന്യായമാണ്. പൊട്ട ന്യായങ്ങൾ നടത്തിയിട്ട് ഇവിടെ എന്താണ് വാളയാറും വണ്ടിപ്പെരിയാറിലൊക്കെ എന്താ സംഭവിച്ചത്? അവിടെ പോലും നീതി കിട്ടിയിട്ടില്ല. അവിടെയൊക്കെ കോൺക്ലേവ് നടത്തിയാൽ പോരെ അങ്ങനെയാണെങ്കിൽ ഇവർക്ക്. മനസ്സിലായില്ലേ? അപ്പൊ പരറാറി ഈ നികൃഷ്ട ജീവി എന്നൊക്കെ വിളിക്കുന്നതിന് വരെ അവർക്ക് വലിയ മാന്യതയും കൊടുത്ത് പുരോഹിതന്മാരെ ഈ പേരും വിളിക്കുന്ന ഈ നിലപാടാണ് നമുക്ക് യോജിക്കാൻ പറ്റാത്തത്. മനസ്സിലായില്ലേ? ഇതിനകത്ത് അമ്മ എന്ന സംഘടനയ്ക്ക് ഒരിക്കലും ഇത് ഇങ്ങനെ പറയാനൊക്കത്തുള്ളത്. അതിനകത്ത് അവരെ ഈ 15 പേരെ സംരക്ഷിക്കേണ്ട, അതിനകത്ത് ഒരു 10 പേരേ ഉള്ളൂ അമ്മയിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത അവർക്കുണ്ട്, ചുമതലയുണ്ട്. അല്ലാതെ എല്ലാരും കൂടെ ഇത് ചെയ്യാൻ പറ്റില്ല. ജഗദീഷ് വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞ വളരെ സന്തോഷപൂർവ്വം പറഞ്ഞത്, വളരെ സന്തോഷമുണ്ട് അങ്ങനെ പറഞ്ഞതിൽ. കാരണം അത് ഒരു സീനിയർ ആളായതുകൊണ്ട് അദ്ദേഹം തുടങ്ങി. അദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിന് അറിയാം പെൺകുട്ടികളുടെ വേദന. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് വരട്ടെ. എന്നിട്ട് ഇനി ഓരോരുത്തരോരുത്തരായിട്ട് ചേരുന്നുണ്ട്. പലതിലും ഗ്രൂപ്പിലും പല വഴക്കുകളും പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അരമന രഹസ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേൾക്കുന്നത്. അപ്പൊ അത് വരും. പിന്നെ സ്വാഭാവികമായിട്ടും ഡയറക്ടേഴ്സ് യൂണിയനിലും അതിൽ നിന്നൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ആദ്യം പ്രതികരിക്കേണ്ട അമ്മ തന്നെയാണ്. അമ്മ പ്രതികരിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ് ആയിപ്പോയി. പക്ഷെ അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങള് അല്ലെങ്കിൽ ഒരു മാന്യമായിട്ട് പറയാം, ഞങ്ങൾ പരിശോധിക്കും, ഇത് തെറ്റെന്താണെന്നുള്ള പരിശോധിക്കും. ഇതല്ല, നടക്കട്ടെ, കേസ് നടക്കട്ടെ, ഞങ്ങൾ നോക്കാം ഈ കാണാം. കാരണം ഈ 15 പവർഫുൾ സംഭവങ്ങൾ ഇപ്പൊ പവർഫുൾ ഒന്നും അല്ല. ഇപ്പൊ അവരൊക്കെ വിറച്ചു കണ്ട് നിൽക്കുകയാണ്. അവരാകെ വരണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. അതെന്തായാലും എല്ലാം വെളിയിൽ വരട്ടെ. ഓരോരുത്തരും ഇതിനകത്ത് പിടി വീഴുമ്പോൾ കുറച്ചുപേരെങ്കിലും അത് തെളിയിക്കപ്പെടും. ആ ഒരു ഇപ്പം നേരെ വന്ന് പറഞ്ഞ കേസെടുക്കാന്ന് എത്രയോ പേര് നേരെ പറഞ്ഞു കഴിഞ്ഞു. അവർ പറഞ്ഞ കേസെടുക്കാന്നാണ് ആദ്യം ഈ മന്ത്രി പറഞ്ഞത്. അപ്പൊ രഞ്ജിത്തിന്റെ പേര് അവർ പറഞ്ഞിട്ടും കേസില്ല, ഒന്നുമില്ല. എന്തൊരു ന്യായം? ആദ്യം പറയും ആരെങ്കിലും വന്ന് പറയട്ടെ, പറഞ്ഞാൽ ഞങ്ങൾക്ക്. അപ്പൊ അവരുടെ നേരെ ആരും ഒന്നും വെളിയിൽ വന്ന് പറയത്തില്ലെന്നായിരുന്നു. ഇപ്പൊ തുരിതരാവ് ഓരോരുത്തർ പറയാൻ തുടങ്ങി പലരും അനുഭവങ്ങൾ. എന്നിട്ട് ഒരു മിണ്ടാട്ടവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹവും ഇതിൽ ഇരിക്കാൻ അർഹനല്ല. നമ്മുടെ സാംസ്കാരിക മന്ത്രി മാറണം. അതിന് കഴിവുള്ളവരെ കിട്ടണം. അദ്ദേഹത്തിന് വേറെ വകുപ്പുണ്ടല്ലോ, അത് മാറ്റിയോ? മത്സ്യ ഇതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ആയിട്ട് കൊടുത്തിട്ട് അങ്ങനെ പോയിരുന്നിട്ട് സാംസ്കാരികത്തിന് ചേർന്ന ഒരാളല്ല അദ്ദേഹം എന്ന് തെളിയിച്ചു കഴിഞ്ഞു അദ്ദേഹം. ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും പാർട്ടി, കണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് അത് ഇപ്പൊ ഇവരിങ്ങനെ നിസാരമായിട്ട് തള്ളിക്കളഞ്ഞു. അപ്പൊ രഞ്ജിത്ത് എത്രയും വേഗം ആ സ്ഥാനം ഒഴിഞ്ഞു പോകണം. ഒപ്പം ഈ സാംസ്കാരിക മന്ത്രി ഇതിന് ഉത്തരവാദികൾ അദ്ദേഹം മാറേണ്ടി വരും. കണ്ടോ? ഇത് ഹൈക്കോടതി വിധിയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാവും. പിന്നീട് കോടതി ഇടപെട്ട് കഴിയുമ്പോൾ താഴെയുള്ള കുട്ടികളൊക്കെ ഒരുപാട് വരുന്നുണ്ട് സിനിമയിൽ. ഈ സ്കൂൾ കഥകളും മറ്റു കഥകളും കോളേജ് കഥകളൊക്കെ വരുമ്പോൾ അതിനകത്തുള്ള മിക്കവാറും പെൺകുട്ടികൾ അങ്ങനത്തെ പ്രായമുള്ളവരായിരിക്കും വരുന്നത്. എണ്ണ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് സർക്കാർ പരിശോധിച്ചിട്ട് ഇത് കേസെടുക്കാൻ വേണ്ടി, അല്ലെ കേസെടുക്കണമെങ്കിൽ കേസെടുക്കുക, ഇതിന് പരിഹാരം കാണാനാണല്ലോ ഈ കമ്മീഷൻ അല്ലെ കമ്മിറ്റി വെച്ചത്. അപ്പൊ അത് പരിഹാരം അവർ കാണുന്നില്ല. അതേ ഉള്ളൂ നമുക്കുള്ള തർക്കം. അതിലെന്താ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയില്ല. അപ്പൊ ഈ 15 പേരിന്റെ പേര് ഞാനെന്നും എല്ലാരും പറയുന്നു, ആൾക്കാർക്ക് അറിയാമെങ്കിൽ വെളിപ്പെടുത്തു എന്ന് പറയുമ്പോ ഒരു കാര്യമുണ്ട്. ഈ 15 പേരുടെ പേര് എന്റെ കാൽക്കുലേഷനിൽ ഒരാളുടെ പേര് നിരപരാധിയായി പോയാൽ അതെനിക്ക് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് നമ്മളൊന്നും പറയാതിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതുപോലും പറയരുതെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഒരാൾ പോലും അതിനകത്ത്. അപ്പൊ എന്തായാലും കാലം ഈ 15 പേരെയും വെളിയിൽ കൊണ്ടുവരുന്നുള്ള ഒരു സംശയവും വേണ്ട, അത് വന്നിരിക്കും. പക്ഷെ ഈ മലയാളത്തിലെ താരാധിപത്യം അവസാനിക്കുമോ? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ അവരുടെ പഴയ പോലെ പരിപാടിയൊന്നും നടക്കുന്നില്ലല്ലോ ഇപ്പൊ പണ്ടത്തെ പോലെ. പിന്നെ ഇവര് ഈ ചുണക്കുട്ടികളായ കുറെ പെമ്പിള്ളാർ വന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. WCC അവരെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അവർ ഇത്ര ആക്കി തന്നില്ല, ഇവര് വിറപ്പിച്ചില്ലേ. ഇപ്പം ഒന്നുമില്ലാതെ അവർ കിടന്ന് ഓടുന്നില്ല, വട്ടം കറങ്ങുന്നില്ലേ, എല്ലാം കിടന്ന് ആകെ കൂട്ടിൽ വീണ എലിയെപ്പോലെ കിടന്ന് അങ്ങോട്ട് കിടന്ന് ഓടുകയില്ലേ. അപ്പൊ ഇത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, അതൊരു നിയമമാണല്ലോ, പൊതു നിയമം, അതുണ്ടാവും. അപ്പൊ അതിന് കാരണമായ ഈ ധൈര്യപൂർവ്വം ഈ പെൺകുട്ടികൾ നിന്നുകൊണ്ടല്ലേ. ഇപ്പൊ ഇവരൊക്കെ ഈ നമ്മുടെ പാർവതിയെ പോലുള്ള നടിമാരൊക്കെ
മലയാളത്തിന് കിട്ടിയ ഇത്രയും മഹാഭാഗ്യമാണ്. ഇത്രയും ഒരു നടി ഈ പുതിയ ജനറേഷനിൽ ഇപ്പൊ കയറി വന്നതിൽ ഇത്ര റേഞ്ചുള്ള ഒരു നടിയാണ്. അവരെയൊക്കെ ഒതുക്കി കളഞ്ഞില്ലേ WCC ഉണ്ടെന്ന് പറഞ്ഞ്. ഇല്ല, അവരൊക്കെ ഇത്ര മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സുരേഷ് ഗോപിയുടെയും മറ്റവരുടെയും എല്ലാ നടന്മാരുടെയും നടിമാരുടെ കൂടെ അഭിനയിച്ച് കാണാൻ ആളുകൾ ആഗ്രഹിക്കുന്ന നടിമാരാണ്. എന്നിട്ട് അവന് പകരം പല അവിടെ നിന്ന് ഇവിടുന്ന് തെലുങ്കിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അവരെടുത്തില്ല, അടുപ്പിക്കത്തില്ല. അപ്പൊ അവരൊക്കെ വലിയ അവരൊക്കെ ഞാൻ പറയില്ല, ഈ അവരുടെ അഭിനയ ചാതുര്യവും അവരുടെ നിലപാടുകളും അവരുടെ എല്ലാ സംസാരവും എല്ലാം കൊണ്ടും അനുഗ്രഹീതയാണ് അവരൊക്കെ. അപ്പൊ അത്രയുള്ളവരൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഈ 15 എന്താ പറയുക, ഈ ഭീകര സംഘം പവർഫുൾ എന്നൊക്കെ പറഞ്ഞില്ല. അപ്പൊ അതൊക്കെ എന്നും നിലനിൽക്കത്തില്ല. എല്ലാം പൊളിഞ്ഞ് ഒത്തുവാള എടുക്കും, പൊളിഞ്ഞ് വീഴും, ഇതൊക്കെ പൊളിഞ്ഞ് കണ്ടോ. അശോക് ഖാൻ എന്തായാലും ഒരു മുതിർന്ന സംവിധായകൻ താങ്കൾ പ്രതികരിച്ചതില് ക്രൈം ന്യൂസിന് നന്ദിയുണ്ട്. മറ്റു വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കേസ് സമീപിക്കുന്നതാണ്. സന്തോഷം. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു.